ഷെഫ് സീക്രട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഷെഫ് സീക്രട്ടിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത് മുയലിറച്ചി കൊണ്ടുള്ള ഒരു സ്പെഷ്യൽ വിഭവമാണ്, മുയൽ തോരൻ. നോൺ വെജ് ഇഷ്ടപ്പെടുന്ന ഏവർക്കും മുയൽ വിഭവങ്ങൾ പ്രിയങ്കരമാണ്. നമ്മളിവിടെ തികച്ചും നാടൻ രീതിയിലാണ് മുയലിറച്ചി തയ്യാറാക്കുന്നത്. അതിനായി 2 മുയലുകളുടെ ഇറച്ചിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ മുയൽ തോരന് വേണ്ടി എടുത്തിട്ടുള്ള മറ്റ് ഇൻഗ്രീഡിയൻസുകൾ എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം. ഇഞ്ചി ചതച്ചത് 50 ഗ്രാം, വെളുത്തുള്ളി ചതച്ചത് 50 ഗ്രാം, പച്ചമുളക് ചതച്ചത് 2 അല്ലെങ്കിൽ 3 എണ്ണം, ചെറിയ ഉള്ളി അരിഞ്ഞത് 100 ഗ്രാം, വെളിച്ചെണ്ണ 100 ഗ്രാം, മഞ്ഞൾപ്പൊടി 1 സ്പൂൺ, മല്ലിപ്പൊടി 1/4 സ്പൂൺ, മുളക് പൊടി 2 സ്പൂൺ, ഗരം മസാല 3 സ്പൂൺ, കുരുമുളക് പൊടി 4 സ്പൂൺ, തേങ്ങ ചിരകിയത് 1 മുറിയുടേത്, വറ്റൽമുളക് ആവശ്യത്തിന്, കടുക് ആവശ്യത്തിന്, കറിവേപ്പില ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്. ഇനി നമുക്കിത് തയ്യാറാക്കുന്ന വിധം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മുടെ 2 മുയലുകളുടെ ഇറച്ചി ചെറുതായി അരിഞ്ഞ് നന്നായി വൃത്തിയാക്കിയ ശേഷം അതിൽ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 50 ഗ്രാം ഇഞ്ചി ചതച്ചതും, 50 ഗ്രാം വെളുത്തുള്ളി ചതച്ചതും, 3 പച്ചമുളക് ചതച്ചതും, 100 ഗ്രാം ചെറിയ ഉള്ളി അരിഞ്ഞതും, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായി വേവിച്ചെടുത്ത് മാറ്റിവെക്കാം. അതിനുശേഷം ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 50 ഗ്രാം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള കടുകും വറ്റൽമുളകും കറിവേപ്പിലയും എല്ലാം കൂടി നന്നായി വഴറ്റിയെടുക്കാം. ഇത് നന്നായി വഴന്നു വരുമ്പോൾ മാറ്റി വച്ചിരിക്കുന്ന ഇഞ്ചി ചതച്ചതും, വെളുത്തുള്ളി ചതച്ചതും, പച്ചമുളക് ചതച്ചതും, ചെറിയ ഉള്ളി അരിഞ്ഞതും, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായി വേവിച്ചെടുത്ത മുയലിറച്ചി അതിലേക്കിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. എന്നിട്ട് അത് ഒരു 10 മിനിറ്റ് തിളപ്പിക്കാൻ വെക്കാം. തിളച്ചതിനു ശേഷം 2 സ്പൂൺ മുളക് പൊടിയും, 1/4 സ്പൂൺ മല്ലിപ്പൊടിയും, 3 സ്പൂൺ ഗരം മസാലയും, 4 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി നന്നായി ഇളക്കിയെടുക്കാം. അത് നന്നായി ഇളകിയതിനു ശേഷം 1 മുറി തേങ്ങ ചിരകിയതും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു 4 സ്പൂൺ വെളിച്ചെണ്ണയും ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഇളക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് മസാല ഇറച്ചിയിൽ നന്നായി പിടിക്കാനായി അടച്ചു വയ്ക്കാം. ഇതാ നമ്മുടെ രുചികരമായ മുയൽ തോരൻ തയ്യാറായി. അപ്പോൾ ഏവരും ഇത് ട്രൈ ചെയ്യണം. അതോടൊപ്പം പുതിയ വിഭവങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കില്ലല്ലോ.